പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നന്നായി ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ച് ഒരു പുതിയ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണല്ലോ. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ എന്നോട് പറയായിരുന്നു, എൻ്റെ അച്ഛ, ഇനിയൊക്കെ സമാധാനത്തോടെയുള്ള ഒരു കുടുംബാന്തരീക്ഷം, സമാധാനത്തോടെയുള്ള ഒരു ഇടവകയിലെ ഒരു അന്തരീക്ഷം ഇനി അതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ? അദ്ദേഹം ചോദിച്ചതിന്റെ അർത്ഥതലം എനിക്ക് മനസ്സിലായി. കാരണം അങ്ങനെ ഒരു സമാധാനം എന്ന് പറയുന്ന സംഭവം, കാരണം അതുപോലെ കുടുംബത്തിൽ ഭിന്നത, സമൂഹത്തിൽ ഭിന്നത, വിഭാഗീയത, ഇതൊക്കെ അടിച്ചു കയറി വന്നുകൊണ്ടിരിക്കുകയല്ല വെച്ചാൽ. ശരിക്കും നമുക്ക് തോന്നുകയാണ് വെച്ചാൽ പിശാചാണ് ശരിക്കും ഭരണം നടത്തണതെന്ന്. ശരിയാണ്, തിന്മയുടെ സ്വാധീനം അതിശക്തമായിട്ട് എല്ലാ മനുഷ്യന്മാർ വ്യാപരിക്കുന്ന എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ട് എന്നത് ശരിയാണ്. പക്ഷേ ഇന്നത്തെ വചനം അങ്ങനെയല്ലല്ലോ പറയുന്നത്. ഹഗ്ഗായി 2:5 അവിടെ വചനം പറയാണ്, ഈജിപ്തിൽ നിന്ന് നിങ്ങൾ പുറപ്പെട്ടപ്പോൾ ഞാൻ നിങ്ങളോട് വാഗ്ദാനം ചെയ്തിരുന്നത് പോലെ തന്നെ. അതായത് നൂറ്റാണ്ടുകൾക്ക് മുൻപ്, യേശുക്രിസ്തു വന്നിട്ട് 2000 വർഷമല്ല. അപ്പോ ഹഗ്ഗായി പ്രവാചകൻ എന്നൊക്കെ പറയാം, അതിനേക്കാളും നൂറ്റാണ്ടുകൾ പുറകെ, 10,000 വർഷങ്ങൾക്ക് പുറകില് വചനം പറയാണ്, ഈജിപ്തിൽ നിന്ന് നിങ്ങൾ പുറപ്പെട്ടപ്പോൾ ഞാൻ നിങ്ങളോട് വാഗ്ദാനം ചെയ്തിരുന്നത് പോലെ തന്നെ എന്റെ ആത്മാവ് നിങ്ങളുടെ ഇടയിൽ വസിക്കുന്നു, ഭയപ്പെടേണ്ട. അതായത് ഈ പ്രപഞ്ചത്തിന്റെ ആരംഭത്തിൽ തന്നെ പ്രതികൂലങ്ങൾ ദൈവമക്കൾ കടന്നുപോകും, പ്രതികൂലങ്ങളിലൂടെ ദൈവമക്കൾ കടന്നുപോകും, പിശാചിന്റെ ഒളി ആക്രമണങ്ങൾ ഉണ്ടാകും. ഇതൊക്കെ അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ദൈവവചനം പറയാണ്, നിങ്ങൾ എൻ്റെ ആത്മാവ് നിങ്ങളുടെ കൂടെയുണ്ട് മക്കളെ, നിങ്ങൾ ഭയപ്പെടരുത്. അതുകൊണ്ട് സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരിക്കലും ഭയപ്പെടരുത്. ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല, വിശ്വാസ ജീവിതത്തിൽ ഭയത്തിന് സ്ഥാനമില്ല സഹോദരങ്ങളെ. സംഭവം പ്രതികൂലങ്ങളുണ്ടാകും, നമ്മൾ ഒറ്റപ്പെടുന്ന അവസ്ഥകളുണ്ടാകും. ആരും നമ്മളുടെ കൂടെ നിൽക്കണമെന്നില്ല, ആരും കൂടെ നിൽക്കണം, ചിലപ്പോൾ കുതികാല് വെട്ടും. പക്ഷേ എനിക്കെതിരല്ലാത്ത എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ ഭയപ്പെടരുത്. സമാധാനത്തോടെയുള്ള ഒരു ജീവിതം ഉണ്ടാകും, ചിന്തിക്കരുത്. അതായത് ദൈവം, പ്രിയ സഹോദരങ്ങൾ, നമ്മൾ വഴി നടത്തും. അത് ചിന്തിച്ചാൽ മനുഷ്യന്മാരില് നമ്മൾ ശരണം വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യന്മാരിലാണ് നമ്മൾ ആശ്രയിക്കുന്നത് എങ്കിൽ ശരിയാണ്, നമുക്കിതൊന്നും ഉണ്ടാവില്ല. എന്നാൽ ദൈവത്തിലാണ് നമ്മൾ ആശ്രയിക്കുന്നതെങ്കിൽ ദൈവം എത്രയൊക്കെ പ്രതികൂലങ്ങൾ വന്നാലും എൻ്റെ ദൈവം എന്നെ വഴി നടത്തും. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. കർത്താവേ, എന്നെ കേൾക്കുന്ന ഓരോ മകനിലേക്ക്, ഓരോ മകളിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിശക്തമായ വിധത്തിൽ ചലിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ വരുന്ന വ്യാഴാഴ്ച കുടുംബത്തിന്റെ വിശദീകരണത്തിന് വേണ്ടിയിട്ടുള്ള ശുശ്രൂഷകളാണല്ലോ. പ്രാർത്ഥിച്ചൊരുങ്ങി വേണം വരാനായിട്ടാണ്. ധാരാളം ജപമാല ചെല്ലണം, കുരിശിന്റെ വഴി ചെല്ലണം, കരുണക്കൊന്ത ചെല്ലണം. പ്രാർത്ഥിച്ചൊരുങ്ങി വേണം വ്യാഴാഴ്ച നമുക്ക് കാണാനായിട്ട് കേട്ടോ. ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.